നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഭഗവാനെ ഓം മഹേശ്വര വിഘ്നേശ്വര പാർവതിയമ്മേ ഭഗവതിയെ രക്ഷിക്കണേ. ഓം സുബ്രഹ്മണ്യ സ്വാമിയെ സ്വാമിയെ രക്ഷിക്കണേ. ദേവിയെ രക്ഷിക്കണേ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ 16 കർക്കിടക മാസാരംഭം തുടങ്ങി. ഓഗസ്റ്റ് 16 വരെയാണ് 2026 മലയാള മാസം കർക്കിടക മാസ ദിവസങ്ങൾ നിലനിൽക്കുന്നത്. അതായത് കർക്കിടക മാസത്തിൽ വളരെ ഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയുന്നത്. പിതൃ പൈതൃക അനുഗ്രഹത്തിൻ്റെതായ സുവർണ മുഹൂർത്തങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന സുന്ദരമായ ദിനങ്ങളാണ് കർക്കിടക മാസത്തിലേത്. നമുക്ക് മുൻപേ നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വഴി തെളിച്ചു തന്ന നമ്മുടെ പിതൃക്കൾ, ആ പിതൃക്കളെ വളരെ ആരാധനയോടെയും ബഹുമാനത്തോടെയും ഭക്തിയോടെയും ആരാധിക്കുക എന്ന് പറയുന്നത് ജീവിത സാഫല്യത്തിൻ്റെ സുവർണ മുഹൂർത്തങ്ങൾ നമ്മളിലേക്ക് വന്ന് നിറയുന്നതായ സന്ദർഭത്തെ തരുന്നത് തന്നെയാണ്. ഇന്നലെകളെക്കുറിച്ച് ഓർക്കുക, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർക്കുക, ആ നന്മകൾ നമുക്ക് പ്രതിനിധാനം ചെയ്ത നമ്മുടെ പിതൃക്കളെക്കുറിച്ച് ഓർക്കുക. കർക്കിടക മാസത്തിൽ പൊതുവെ ഗ്രഹനില അനുകൂലമായി വരുന്ന നക്ഷത്രജാതർ, വിവിധ മേഖലകളിൽ ഇവർക്കുണ്ടാകുന്ന പുരോഗതി, സാമ്പത്തികമായ വർധനവ്, സന്തോഷകരമായ നിമിഷങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന സമയം തന്നെയാണ് കർക്കിടക മാസം. 5 നക്ഷത്ര ജാതർക്കാണ് അതിനുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തേത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ധനം വന്നുചേരും. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരിൽ നിറഞ്ഞു നിന്നിരുന്ന കടബാധ്യതകളെല്ലാം മാറുന്നതിനായിട്ടുള്ള സാഹചര്യം വന്നുചേരും. പുതിയ സാമ്പത്തികമായ പദ്ധതിയിൽ അംഗമാകാനും നിക്ഷേപങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടാകും. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ആനന്ദവും സന്തോഷവും വന്നു ചേരുക തന്നെ ചെയ്യും. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ കർക്കിടക മാസത്തിൽ നിറഞ്ഞു നിൽക്കാൻ രോഹിണി നക്ഷത്രക്കാർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. വിട്ടുമാറാതെ നിന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനായിട്ടുള്ള നല്ല സമയമാണ് കർക്കിടക മാസം. പുതിയ വീട് അല്ലെങ്കിൽ പുതിയ വാഹനം അല്ലെങ്കിൽ പുതിയ വസ്തുവകകൾ എന്നിവ വാങ്ങിക്കുന്നതിനായിട്ടുള്ള അനുഗ്രഹവും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പങ്കാളികളുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് മേഖലയിൽ ഏറെ പുരോഗമനമുണ്ടാകും. അതുപോലെ ധാരാളം ധനം വന്നു ചേരാനുള്ള ഭാഗ്യവും രോഹിണി നക്ഷത്രക്കാരിൽ കർക്കിടക മാസത്തിലുണ്ട് എന്നുള്ളതാണ്. പിതൃ പൈതൃക അനുഗ്രഹം പൂർണ്ണമായും
വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് രോഹിണി നക്ഷത്രം. ആയതുകൊണ്ട് തന്നെ പിതൃബലിയും പിതൃക്കൾക്ക് നൽകാനുള്ള എല്ലാ പൂജകളും അതുപോലെ തന്നെ അനുഷ്ഠാന വ്യവസ്ഥകളുമെല്ലാം നൽകി ആരാധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ ദശാനാഥൻ ചന്ദ്രനാകയാൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചന്ദ്രഗ്രഹത്തിന് പ്രത്യേക പൂജകൾ നൽകി ആരാധിക്കുന്നതിന് ശ്രമിക്കണം. അത് വലിയ ഭാഗ്യത്തിന് വഴിതെളിക്കുന്നവ തന്നെയായിരിക്കും. അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി, അന്നപൂർണേശ്വരി ദേവി തുടങ്ങിയ ദേവതാ സാന്നിധ്യങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഭാഗ്യദായകമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. സമൂഹത്തിൽ മാന്യമായ കീർത്തിയും അതുപോലെ തന്നെ ബഹുമാനവും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും വളരെ വിലയുള്ള സമയമാണ് കർക്കിടക മാസം. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ആകർഷകമായിട്ടുള്ള ശമ്പളത്തോടു കൂടിയ ജോലിക്ക് സാധ്യതയുള്ള സമയമാണിത്. വിദ്യാർത്ഥികളിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനാവും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും. അതുപോലെ തന്നെ ചിട്ടയായ നിക്ഷേപങ്ങളിലൂടെ ജീവിതത്തിന് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതിലും അധികം സാമ്പത്തിക ഗുണം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. പൂയത്തിൻ്റെ ദേവത വ്യാഴമാകയാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യദർശനം നടത്തുക, മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, വിശിഷ്ടമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയവയൊക്കെ വ്യാഴഗ്രഹത്തിൻ്റെ ദേവതയായിരിക്കുന്ന മഹാവിഷ്ണുദേവന് ഈ നിറം വളരെ അനുയോജ്യവും ഇഷ്ടവുമാണ്. ആയതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ശാസ്താവിന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് കാരണമാകും. അടുത്തത് ചോതിയാണ്. അതായത് ചിട്ടി, ലോട്ടറി, മറ്റ് ഭാഗ്യ പരീക്ഷണ അവസ്ഥകളിലൂടെ ധാരാളം ധനം വന്നു ചേരാനുള്ള വിധിയാണ് കർക്കിടക മാസത്തിൽ ഈ നക്ഷത്ര ജാതരെ അനുഗ്രഹിക്കുന്നത്. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ വരുമാന സാധ്യത പൂർണ്ണമായും നിറയുന്ന സമയമാണിത്. അതുപോലെ തന്നെ ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടി വരും. ഭാഗ്യ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇവയിൽ നിന്നൊക്കെ വിജയം വരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റുന്നതിന് സാധിക്കും. ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് ആ ബിസിനസ് വളരെയധികം പുരോഗമനത്തിലെത്തിക്കുവാൻ കഴിയും, വിപുലീകരിക്കുവാനും കഴിയും, ധനലാഭം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. അതുപോലെ തന്നെ ചോതി നക്ഷത്രത്തിൽ പിറന്ന വിവാഹമൊക്കെ താമസിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിൻ്റെതായ തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ വീട്, പുതിയ വാഹനം എന്നിവയ്ക്കുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവരുടെ രാശിനാഥൻ ശുക്രനായതുകൊണ്ട് വെളുത്ത പട്ട് ശുക്രന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സുഗന്ധപൂരിതമായിരിക്കുന്ന വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നിത്യ ദർശനം വയ്ക്കുക തുടങ്ങിയവയൊക്കെ ഭാഗ്യദായകമായിരിക്കുന്ന ധാരാളം അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുതകളാണ്. ചോതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങളെ നിറയ്ക്കുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ അലസരായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഊർജിത വ്യവസ്ഥകൾ ഉണ്ടാവുകയും അതിലൂടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്ന സമയമാണ്. അടുത്തത് അനിഴമാണ്. അനിഴം നക്ഷത്രമാണ് അടുത്തത്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം എന്ന് പറയുന്നത് ശത്രു ദോഷങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറി കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായ നിമിഷം വന്നു ചേരുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഭൂമി ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം വിജയിക്കും. ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവത്തിൽ അത് വന്നു ചേരുകയും സന്തോഷകരമായ കുടുംബ ജീവിതത്തിന് വഴി തുറക്കുകയും ചെയ്യും. ദശാനാഥൻ ശനിയാകയാൽ ശനിദോഷം മാറുന്നതിനായിട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര തിരുസന്നിധിയിൽ വഴിപാടുകൾ സമർപ്പിക്കുക,
ഭദ്രകാളി ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലഭിക്കുവാനുള്ള അനുഗ്രഹം ഇരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ചൊവ്വാഗ്രഹത്തെ കൂടി പരിഗണിക്കണം. നവഗ്രഹ പൂജ ചെയ്യുന്നത് എല്ലാം കൊണ്ടും ഭാഗ്യദായകമായിരിക്കും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കല, കായികം, സാംസ്കാരികം, രാഷ്ട്രീയം, പൊതുജീവിത വ്യവസ്ഥകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നക്ഷത്ര ജാതർക്ക് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് വരുമാന മാർഗങ്ങൾ വന്നു ചേരുന്നതിനും കീർത്തി ലഭിക്കുന്നതിനും ബഹുമാനം ലഭിക്കുന്നതിനുമായുള്ള സാഹചര്യങ്ങൾ വന്നു നിറയും. ഈ കർക്കിടക മാസം അതിനൊക്കെ അനുയോജ്യമായ അനുഗ്രഹം നൽകുന്ന സമയമാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്വന്തം കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള അവസരങ്ങൾ ഇപ്പറഞ്ഞ മേഖലകളിൽ വന്നു ചേരും. നേതൃത്വ നിലയിലൊക്കെ എത്തിച്ചേരുന്നതിനുള്ള ഭാഗ്യവും കർക്കിടക മാസത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ സാമ്പത്തിക വ്യവസ്ഥകൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിനാൽ സാമ്പത്തിക മേഖല വർദ്ധിക്കുന്നതിന് കാരണമാകും. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാഥനായിരിക്കുന്ന വ്യാഴത്തെ പ്രീതിപ്പെടുത്തിയെടുത്താൽ ധനവ്യവസ്ഥ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ശബരിമല ദർശനമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിലെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന ഒന്നാകും. ഭാഗവത പാരായണം, ശിവാഷ്ടകം, സുബ്രഹ്മണ്യാഷ്ടകം, അതുപോലെ തന്നെ ശാസ്താ സഹസ്രനാമങ്ങൾ, വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നതിന് കാരണമാകും. തീർച്ചയായിട്ടും സന്ധ്യാ നേരങ്ങളിലും പുലർകാല നേരങ്ങളിലും ഈ നാമസങ്കീർത്തനങ്ങൾ വായിക്കുന്നതിന് ശ്രമിക്കുക. ഏറ്റവും നല്ല ഉയരങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കർക്കിടക മാസത്തിലെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരുകയാണ് ഈ പറഞ്ഞ 5 നക്ഷത്ര ജാതർക്ക്. എല്ലാ നന്മകളും ഈശ്വരനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.